Hello, welcome you all. This is an introductory session on MMT 005 complex analysis. IGNOU MSc Mathematics with Applications in Computer Science എന്നുള്ള കോഴ്സിന്റെ ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന പേപ്പറാണ് കോംപ്ലക്സ് അനാലിസിസ്. മാത്തമാറ്റിക്സിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് അപ്ലിക്കേഷൻസ് ഉള്ള ഒരു ബ്രാഞ്ച് ആണ് കോംപ്ലക്സ് അനാലിസിസ്. ഇത് കോംപ്ലക്സ് അനാലിസിസിന്റെ ബേസ് വരുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അത് നമ്മൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് കോംപ്ലക്സ് നമ്പർ, കോംപ്ലക്സ് നമ്പറിന്റെ റെപ്രസെന്റേഷൻ A+IB എന്നുള്ളത് എല്ലാവർക്കും അറിയായിരിക്കും. അത് +1 +2 പഠിച്ചിട്ടുള്ളതാണ്. കോംപ്ലക്സ് നമ്പറും അതേപോലെ അതിന്റെ കോൺജുഗേറ്റ് എന്താണ്, മോഡുലസ് എന്താണ്, പിന്നെ അതിന്റെ പോളാർ റെപ്രസെന്റേഷൻ, അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സിലബസിന്റെ ഒരു ഓവറോൾ ഐഡിയ എങ്ങനെയാണെന്ന് നോക്കാം. 2 ബ്ലോക്സ് ആയിട്ടാണ് വരുന്നത്. ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു അനലിറ്റിക് ഫംഗ്ഷൻസ്, ബ്ലോക്ക് 2 അപ്ലിക്കേഷൻസ് ഓഫ് അനലിറ്റിക് ഫംഗ്ഷൻസ്. അപ്പൊ എന്താണ് അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ ഇതിന്റെ ബേസ് തരുന്നുണ്ട്. അതായത് നമ്മൾ +1 +2 പഠിച്ചു എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണ് എന്നുള്ള ബേസ് നമ്മുടെ യൂണിറ്റ് 1 വരുന്നുണ്ട്. ബ്ലോക്ക് 1 6 യൂണിറ്റ്സ് ആണുള്ളത്. യൂണിറ്റ് 1 കോംപ്ലക്സ് ഫംഗ്ഷൻസ്, ദെൻ യൂണിറ്റ് 2 ഇവിടെയാണ് നമ്മുടെ കണ്ടന്റിലേക്ക് കടക്കുന്നത്. അനലിറ്റിക് ഫംഗ്ഷൻസ്, എലിമെന്ററി ഫംഗ്ഷൻസ്, കോംപ്ലക്സ് ഇന്റഗ്രേഷൻ 1, കോംപ്ലക്സ് ഇന്റഗ്രേഷൻ 2, പവർ സീരീസ്. ദെൻ ബ്ലോക്ക് 2 4 ചാപ്റ്റേഴ്സ്, 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. ടോട്ടലി നമുക്ക് 10 യൂണിറ്റ്സ് ആണ് ഉള്ളത്. ഇവിടെ യൂണിറ്റ് 7 റെസിഡ്യൂസ് ആൻഡ് പോൾസ്, അപ്ലിക്കേഷൻസ് ഓഫ് റെസിഡ്യൂ, കൺഫോർമൽ മാപ്പിംഗ്, അപ്ലിക്കേഷൻസ് ഓഫ് ഹാർമോണിക് ഫംഗ്ഷൻസ് ആൻഡ് കൺഫോർമൽ മാപ്പിംഗ് ടു ഫിസിക്കൽ പ്രോബ്ലംസ്. ഇങ്ങനെയാണ് നമ്മുടെ സിലബസ് വരുന്നത്. അപ്പൊ യൂണിറ്റ് 1 കോംപ്ലക്സ് ഫംഗ്ഷൻസ് എന്നുള്ള യൂണിറ്റ്, അവിടെ കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണ് എന്നുള്ള ബേസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫൈനലി നമുക്ക് കാണാം യൂണിറ്റ് 10 വരുന്നത് അപ്ലിക്കേഷൻസ് ആണ്, നമ്മൾ പഠിച്ച സബ്ജക്റ്റിന്റെ അപ്ലിക്കേഷൻസ്. കോംപ്ലക്സ് അനാലിസിസിന് ഹീറ്റ് കണ്ടക്ഷൻ, ഫ്ലൂയിഡ് ഫ്ലോ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, അങ്ങനെ ഒരുപാട് ഫീൽഡ്സിൽ അപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു ചെറിയ ഐഡിയ, കുറച്ച് ഫിസിക്കൽ പ്രോബ്ലംസ് ഒക്കെയാണ് നമുക്ക് ഈ യൂണിറ്റ് 10 വരുന്നത്. പിന്നെ ഓരോ യൂണിറ്റ്സ് ആയിട്ട് എന്തൊക്കെയാണെന്ന് ബ്രീഫ് ആയിട്ട് കാണാം. യൂണിറ്റ് 1 കോംപ്ലക്സ് ഫംഗ്ഷൻസ്, ഇവിടെ നമ്മൾ ബേസിക് കൺസെപ്റ്റ്സ് പഠിക്കും. സോ ഒരു സ്കൂളില് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ബേസ് അത് നമുക്ക് അറിയുന്നില്ല, ഓർമ്മയില്ല എങ്കിൽ പോലും നമുക്ക് ഇവിടെ ബേസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ സിലബസ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ദെൻ കോംപ്ലക്സ് നമ്പർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് യൂസ് ചെയ്ത് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാം. കോംപ്ലക്സ് ഫംഗ്ഷൻസ്, റിയൽ നമ്പർ സിസ്റ്റം നമുക്ക് വളരെ ഫെമിലിയർ ആണ്, റിയൽ അനാലിസിസ് ഫെമിലിയർ ആണ്. അപ്പോൾ അവിടെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ റിയൽ നമ്പർ സിസ്റ്റം അറിയാം. ഒരു ലൈനിൽ വരുന്ന നമ്പേഴ്സ് ആണ് റിയൽ നമ്പേഴ്സ്. അപ്പൊ ആ ഒരു റിയൽ നമ്പർ സിസ്റ്റത്തിന്റെ എക്സ്റ്റൻഷൻ ആണ് കോംപ്ലക്സ് നമ്പർ സിസ്റ്റം. ഇപ്പൊ റിയൽ നമ്പർ ഒരു ലൈനിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന, ലൈനിൽ പോയിന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണെങ്കിൽ, കോംപ്ലക്സ് നമ്പേഴ്സ് ഒരു പ്ലെയിനിലെ പോയിന്റ്സ് ആണ്, ഒരു പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്, ആ ഒരു എക്സ്റ്റൻഷൻ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് യൂണിറ്റ് 1 കാണാം. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോംപ്ലക്സ് നമ്പേഴ്സ് യൂസ് ചെയ്ത് കോംപ്ലക്സ് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഫംഗ്ഷൻസിന്റെ കാൽക്കുലസ്, ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, ഇന്റഗ്രബിലിറ്റി, അങ്ങനെയുള്ള ഐഡിയാസിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ്സ് ഒക്കെ നമുക്ക് റിയൽ വേരിയബിളിലെ റിയൽ ഫംഗ്ഷൻസ് വെച്ച് ഈ കൺസെപ്റ്റ്സ് ഒക്കെ നമുക്ക് ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ സെയിം ഐഡിയാസ് എവിടെ വരുന്നു, കോംപ്ലക്സ് ഫംഗ്ഷനിൽ എങ്ങനെ വരുന്നു, അതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പൊ യൂണിറ്റ് 1 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തതിന് ശേഷം അതിന്റെ ലിമിറ്റിംഗ് കൺസെപ്റ്റ്, ദെൻ കണ്ടിന്യൂറ്റി ഓഫ് കോംപ്ലക്സ് ഫംഗ്ഷൻസ്. കണ്ടിന്യൂസ് ആണോ ഒരു ഫംഗ്ഷൻ, കണ്ടിന്യൂസ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം, കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ്, അതൊക്കെയാണ് ഇവിടെ വരുന്നത്. യൂണിറ്റ് 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം തുടങ്ങുന്നു. അനലിറ്റിക് ഫംഗ്ഷൻസ്. എന്താണ് അനലിറ്റിസിറ്റി എന്നുള്ള കൺസെപ്റ്റ്? ആക്ച്വലി അനലിറ്റിസിറ്റി എന്നുള്ള കൺസെപ്റ്റ് ഡിഫറൻഷ്യബിലിറ്റി ആണ്. ഈ ഡിഫറൻഷ്യബിലിറ്റി ഒരു ഡൊമൈനിൽ ത്രൂ ഔട്ട് ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവുകയാണെങ്കിലാണ് നമ്മൾ ഈ അനലിറ്റിക് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അനലിറ്റിക് ഫംഗ്ഷൻസ് ഒരു ക്ലാസ് ഓഫ് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ അനലിറ്റിസിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണോ എന്ന് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം, അതിനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂൾസ് ആണ് കോഷി റീമാൻ ഇക്വേഷൻസ്. കോഷി റീമാൻ ഇക്വേഷൻസ് യൂസ് ചെയ്താൽ നമുക്കൊരു ഫംഗ്ഷന്റെ ഡിഫറൻഷ്യബിലിറ്റി അല്ലെങ്കിൽ അനലിറ്റിസിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഹാർമോണിക് ഫംഗ്ഷൻസ് എന്നുള്ള ഒരു ടോപ്പിക് പഠിക്കും. ഹാർമോണിക് ഫംഗ്ഷൻസ് റിയൽ ഫംഗ്ഷൻസ് ആണ്, 2 വേരിയബിൾ റിയൽ ഫംഗ്ഷൻസ് ആണ്. 2 വേരിയബിൾ റിയൽ ഫംഗ്ഷൻസ് വിച്ച് സാറ്റിസ്ഫൈ ദി ലാപ്ലേസ് ഇക്വേഷൻ.
അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. ഇതാണ് ബ്രീഫ് ആയിട്ട് ഹാർമോണിക് ഫംഗ്ഷൻ. അപ്പൊ ഈ ഹാർമോണിക് ഫംഗ്ഷൻ ഇവിടെ പറയാൻ കാരണം അതിന് അനലിറ്റിസിറ്റി ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്. ഓക്കെ, ദെൻ യൂണിറ്റ് 3 വരുന്നത് എലമെന്ററി ഫംഗ്ഷൻസ് ആണ്. ഇത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് റിയൽ ഫംഗ്ഷൻസ് ഉണ്ട്. ഇപ്പോ ഫോർ എക്സാമ്പിൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, ലോഗരിതമിക് ഫംഗ്ഷൻ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, ഹൈപ്പർബോളിക് ഫംഗ്ഷൻ, ഇതൊക്കെ റിയൽ വേരിയബിളിൽ നമുക്ക് ഫെമിലിയർ ആണ്. ആ ഫംഗ്ഷൻസ് എല്ലാം നമുക്ക് കോംപ്ലക്സ് നമ്പർ സിസ്റ്റത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇപ്പൊ സൈൻ എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് അവിടെ ഒരു റിയൽ നമ്പർ ആണ്, അത് എക്സ്റ്റെൻഡ് ചെയ്തു. എക്സിന് പകരം ഇൻപുട്ട് ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിലോ സൈൻ സെഡ് ആണെങ്കിൽ ആ സൈൻ സെഡിന് സൈൻ എക്സിന്റെ അതേ പ്രോപ്പർട്ടീസ് ഒക്കെ തന്നെ ആണോ, അതോ സൈൻ സെഡ് കോംപ്ലക്സ് നമ്പർ ആയി കഴിയുമ്പോഴേക്കും ഫംഗ്ഷന് എന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടോ പ്രോപ്പർട്ടീസിൽ, അതൊക്കെയാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ട്, അതേപോലെ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ്, ലോഗ് ഫംഗ്ഷൻ, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ലാസ് ഓഫ് ഫംഗ്ഷൻ പഠിക്കും, ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷൻസ്. അപ്പൊ ഇതിന്റെ എല്ലാം ചെറിയ രീതിയിലുള്ള മാപ്പിംഗും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു ജോമെട്രിക്കൽ ഐഡിയ. ഈ ഒരു ഫംഗ്ഷൻ ഒരു പെർട്ടിക്കുലർ റീജിയനെ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത് എന്നുള്ള ചെറിയൊരു ഐഡിയ കൂടി നമുക്ക് ഈ യൂണിറ്റിന് കിട്ടും. ദെൻ യൂണിറ്റ് 4 ഇന്റഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. കോംപ്ലക്സ് ഫംഗ്ഷൻസിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം, കോണ്ടൂർ ഇന്റഗ്രേഷൻ ആണ് വരുന്നത്. അതായത് ഒരു ഫംഗ്ഷനെ ഒരു കേർവിലൂടെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് തിയറം ആണ് കോഷി ഗൊർസാറ്റ് തിയറം. യൂണിറ്റ് 5 ഇന്റഗ്രേഷൻ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇവിടെ ഇന്റഗ്രേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോഷീസ് ഇന്റഗ്രൽ ഫോർമുല പഠിക്കും. കോഷീസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്ത് അനലിറ്റിക് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 റിസൾട്ട്സ് ആണ് ലിയോ വില്ലീസ് തിയറം, ഫണ്ടമെന്റൽ തിയറം ഓഫ് ഓൾജിബ്ര, മാക്സിമം മോഡുലസ് പ്രിൻസിപ്പിൾ. ലിയോ വില്ലീസ് തിയറം പറയുന്നത് ഒരു എൻറ്റയർ ബൗണ്ടഡ് ഫംഗ്ഷൻ റെഡ്യൂസസ് ടു എ കോൺസ്റ്റന്റ് എന്നാണ്. എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എ ഫംഗ്ഷൻ വിച്ച് ഇസ് അനലിറ്റിക് ഓൺ ദി എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിൻ, അതിനാണ് എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ എൻറ്റയർ ബൗണ്ടഡ് ഫംഗ്ഷൻ റെഡ്യൂസസ് ടു എ കോൺസ്റ്റന്റ്, ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് നമുക്ക് ലിയോ വില്ലീസ് തിയറം തരുന്നത്. ഈ ലിയോ വില്ലീസ് തിയറം യൂസ് ചെയ്ത് നമുക്ക് ഫണ്ടമെന്റൽ തിയറം ഓഫ് ഓൾജിബ്ര പ്രൂവ് ചെയ്യാൻ പറ്റും. കോംപ്ലക്സ് പോളിനോമിയൽസിനുള്ള ഫണ്ടമെന്റൽ തിയറം ഓഫ് ഓൾജിബ്ര പ്രൂവ് ചെയ്യും. അത് കഴിഞ്ഞ് മാക്സിമം മോഡുലസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അനാലിറ്റിക് ഫംഗ്ഷൻസിന്റെ മൊഡ്യൂളി വാല്യൂ, മാക്സിമം മൊഡ്യൂളി വാല്യൂ തരുന്ന ഒരു റിസൾട്ട് ആണിത്. അത് ഇത്രയാണ് നമുക്ക് യൂണിറ്റ് 5 കാണാൻ പറ്റുന്നത്. ദെൻ യൂണിറ്റ് 6 വരുന്നത് പവർ സീരീസ്. ഇവിടെ സീക്വൻസസ് ആൻഡ് സീരീസ് എന്നുള്ള ഐഡിയ ആണ്. നമുക്ക് റിയൽ വേരിയബിളിലെ സീക്വൻസസ് ആൻഡ് സീരീസും അതിന്റെ കൺവേർജൻസ്, അത് കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് ടെസ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ കോംപ്ലക്സ് വേരിയബിൾ, കോംപ്ലക്സ് നമ്പേഴ്സിന്റെ സീക്വൻസസ്, സീരീസ്, അതിന്റെ കൺവേർജൻസിനുള്ള ചെറിയ റിസൾട്ട്സ്. ഓക്കെ, അത് കഴിഞ്ഞാൽ സീരീസ് റെപ്രസെന്റേഷൻ ഓഫ് ഫംഗ്ഷൻസ്, ടൈലർ സീരീസ്, ലോറൻസ് സീരീസ് ഒക്കെ നമുക്ക് ഒരു ഫംഗ്ഷൻ, കോംപ്ലക്സ് ഫംഗ്ഷൻ കയ്യിലുണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ സീരീസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. പിന്നെ അതിന്റെ കൺവേർജൻസ്, റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് പവർ സീരീസ് എന്ന് പറഞ്ഞാൽ ആ സീരീസ് റെപ്രസെന്റേഷൻ എവിടെയാണ് കൺവേർജ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഐഡിയാസ് ആണ് വരുന്നത്. ദെൻ യൂണിറ്റ് 7 പുതിയ 2 ടേംസ് പഠിക്കും, റെസിഡ്യൂസ് ആൻഡ് പോൾസ്. ഇത് സിംഗുലാരിറ്റി ആയിട്ട് റിലേറ്റഡ് ആണ്. അതായത് ഒരു ഫംഗ്ഷന്റെ സിംഗുലാരിറ്റീസ്, ഒരു ഫംഗ്ഷൻ എവിടെ അനലിറ്റിസിറ്റി നഷ്ടപ്പെടുന്ന പോയിന്റ്സ്, ഒരു ഫംഗ്ഷന് അനലിറ്റിസിറ്റി നഷ്ടപ്പെടുന്ന പോയിന്റ്സ്, സിംഗുലാരിറ്റീസ്. ഈ സിംഗുലാരിറ്റീസ് അതിന്റെ ക്ലാസിഫിക്കേഷൻ, സിംഗുലാരിറ്റീസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിന്റെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടേംസ് ആണ് റെസിഡ്യൂസും പോൾസും. റെസിഡ്യൂ ഒരു നമ്പർ ആണ് ആക്ച്വലി, അത് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഈ റെസിഡ്യൂന് ഇന്റഗ്രൽ വാല്യൂലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. അപ്പോ ഇന്റഗ്രൽ ഇവാലുവേഷന് ഈ റെസിഡ്യൂ ഹെൽപ്പ് ചെയ്യും. എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, അതാണ് കോഷീസ് റെസിഡ്യൂ തിയറം. അപ്പൊ ഈ കോഷീസ് റെസിഡ്യൂ തിയറം യൂസ് ചെയ്ത് വീണ്ടും നമുക്ക് ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ യൂണിറ്റ് 8 അപ്ലിക്കേഷൻസ് ഓഫ് റെസിഡ്യൂ. ഇവിടെ കോംപ്ലക്സ് അനാലിസിസിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ ആണ്. കോംപ്ലക്സ് അനാലിസിസ് യൂസ് ചെയ്ത് നമുക്ക് റിയൽ ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. റിയൽ ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന ഇന്റഗ്രൽസ്. ആ ഇന്റഗ്രൽസ് നമുക്ക് റിയൽ കാൽക്കുലസിൽ അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ദെൻ അങ്ങനെയുള്ള ചില കോംപ്ലിക്കേറ്റഡ് ഇന്റഗ്രൽസ് നമുക്ക് ഈ ഒരു തിയറി, കോഷീസ് റെസിഡ്യൂ തിയറം യൂസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതാണ് നമുക്ക് ഈ യൂണിറ്റ് 8 വരുന്നത്. ദെൻ യൂണിറ്റ് 9 കൺഫോർമൽ മാപ്പിംഗ്. ഇവിടെ കോംപ്ലക്സ് ഫംഗ്ഷന്റെ ഗ്രാഫിംഗ് ആണ് വരുന്നത്. ഗ്രാഫിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് കൺഫോർമൽ ആവുന്നത്, കൺഫോർമൽ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആംഗിൾ പ്രിസർവ് ചെയ്തുകൊണ്ടുള്ള മാപ്പിംഗ്സ് ആണ് കൺഫോർമൽ മാപ്പിംഗ്സ്. അപ്പോൾ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ
ഒരു അനലിറ്റിക് ഫംഗ്ഷൻ എപ്പോഴാണ് കൺഫോമൽ ആവുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഇമേജ് കാണാനുള്ള ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഇമേജ് ഒരു പെർട്ടിക്കുലർ റീജിയനെ എങ്ങോട്ടാണ് ഈ ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ജോമെട്രിക്കൽ ഐഡിയാസ് ഒക്കെ കാണാം. ദെൻ ഹാർമോണിക് ഫംഗ്ഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ ആ ഹാർമോണിക് ഫംഗ്ഷൻസിന് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. ഒരു തിൻ പ്ലേറ്റിൽ വരുന്ന സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഹാർമോണിക് ഫംഗ്ഷന് അവിടെ അപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ ഹാർമോണിക് ഫംഗ്ഷൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ചില ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. ഫൈനലി യൂണിറ്റ് 10 അപ്ലിക്കേഷൻസ് ഓഫ് ഹാർമോണിക് ഫംഗ്ഷൻസ് ആൻഡ് കൺഫോമൽ മാപ്പിംഗ് ടു ഫിസിക്കൽ പ്രോബ്ലംസ്. നമ്മൾ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞു ഹീറ്റ് ട്രാൻസ്ഫർ, ഫ്ലൂയിഡ് ഫ്ലോ, ഇവിടെയെല്ലാം നമുക്ക് കോംപ്ലക്സ് അനാലിസിസിന് അപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ സോ ആ അപ്ലിക്കേഷൻസ് ഒന്ന് നമുക്ക് ഫെമിലിയർ ആക്കുകയാണ് യൂണിറ്റ് 10 ചെയ്യുന്നത്. അപ്പോൾ ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ്, ഫിസിക്കൽ പ്രോബ്ലംസ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ നമുക്ക് ഈ പഠിച്ച തിയറി ഒക്കെ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് കൂടി നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. ഹാർമോണിക് ഫംഗ്ഷൻസിന്റെയും കൺഫോമൽ മാപ്പിംഗിന്റെയും ഒക്കെ അപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്താന്നുള്ള വളരെ ബേസ് ആയിട്ടുള്ള ഐഡിയ എന്ന് തുടങ്ങി അതിന്റെ കോംപ്ലക്സ് ഫംഗ്ഷൻ, ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, അനലിറ്റിസിറ്റി, അത് കഴിഞ്ഞാൽ അതിന്റെ മാപ്പിംഗ്സ്, ഇതെല്ലാം പഠിച്ച് കോംപ്ലക്സ് ഇന്റഗ്രേഷൻ, ഫൈനലി ഇതെല്ലാം എവിടെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ കൂടി തന്നിട്ടാണ് സിലബസ് വൈൻഡപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് പോകുന്നത്. പഠിക്കാൻ വളരെ രസമാണ്, ഒരുപാട് ഡിഫിക്കൽട്ട് ഒന്നും അല്ല ഈ പേപ്പർ. സോ നമുക്കിനി വരുന്ന വീഡിയോസിൽ ഓരോ യൂണിറ്റ്സ് ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. താങ്ക് യു.